ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ അറിവിൻ്റെ കൂടാരം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് വ്യൂവേഴ്സ് കാണുന്നുണ്ട്. കണ്ടാൽ മാത്രം പോരാ ഗൈസ്, ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഇനി നമുക്ക് ഇടാൻ സാധിക്കും. കാരണം നമുക്ക് പുതുവർഷം പിറക്കുകയാണല്ലോ. ഈ അവസരത്തിൽ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളെല്ലാം പോകാനുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴെല്ലാം നല്ല വീഡിയോസും അതുപോലെ തന്നെ പുത്തൻ അറിവുകളും നിങ്ങളിലേക്ക് പകരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മുടെ ഈ വർഷം, അതായത് 2024 തീരുന്ന ഈ ദിവസമാണല്ലോ ഇന്ന്, ഡിസംബർ 31. നാളെ നമ്മുടെ പുതുവർഷം ആരംഭിക്കുകയാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവരുടെ ആശകളും ആഗ്രഹങ്ങളും എല്ലാം നിറവേറട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. പിന്നെ ഇപ്പോൾ സമയം 3:30 അല്ലേ. നമ്മുടെ കേരളീയർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു 4 മണി അല്ലെങ്കിൽ 3:30 ആകുമ്പോഴത്തേക്കും നമുക്കൊരു കട്ടൻ ചായ കുടിക്കണം അല്ലേ. ആ കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കടിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്നാക്സ്. അപ്പം കഴിവതും നമ്മൾ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കാരണം ഇപ്പോൾ നിരവധി അസുഖങ്ങളാണ് നമ്മൾ അഡിക്റ്റായി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വായിന് ടേസ്റ്റ് ഉള്ളത് വയറിന് നല്ലതല്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെയും അത് ശീലിപ്പിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് ഏതായാലും ഒരു 3:30 മണിയായി. ഞാൻ എന്തായാലും വൈകുന്നേരത്തെ ചായക്ക് ഒന്നുമില്ലല്ലോ എന്ന് കരുതിയിരുന്നപ്പോഴാണ് എൻ്റെ കൈവശം ഒരു കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കപ്പ നമ്മുടെ നാടൻ രീതിയിൽ തന്നെ പുഴുങ്ങി ഇത്തിരി പച്ചമുളകും ഉള്ളിയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ ചായക്കുള്ള നമ്മുടെ പലഹാരങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ പുതുവർഷ പുലരിയിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ എത്ര നാളാണ് ഈ ഭൂമിയിലുള്ളതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ കാര്യങ്ങൾ പോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ലതാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്മ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് അനാവശ്യമായിട്ട് വരുന്ന ആളുകളെ വീട്ടിനകത്തി നിർത്തുകയും ചെയ്യണം. കാരണം ഇപ്പോൾ നിരവധി ഇത്തിരി സ്വർണത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ പൈസയുടെ പേരിലുമൊക്കെ ഓരോ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മക്കളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാം ഇപ്പം ഒരു ന്യൂ ഇയർ തുടങ്ങി എത്ര കോടി രൂപയുടെയാണ് മദ്യം ജനങ്ങളിൽ വിറ്റ് ചിലവാകുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നും എല്ലാം ഇനി ഞങ്ങൾ കഴിക്കില്ല എന്ന ഒരു സത്യം കൂടി ഈ സമയത്ത് എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ചായയുടെ പലഹാരം എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കപ്പ. അപ്പോൾ കപ്പ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കപ്പ ഇത് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ കപ്പ. ഈ കപ്പയും അതുപോലെ തന്നെ അതുപോലെ മുളക് ചമ്മന്തി, പച്ചമുളകും ചെറിയ ഉള്ളിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ കൂട്ടി ചതച്ചെടുത്ത മുളക് ചമ്മന്തി, അതുപോലെ നല്ല കട്ടൻ ചായ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നല്ല കട്ടൻ ചായ. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ 3 മണി സമയത്തെ ആഹാരം ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടൻ ചായ. അപ്പോൾ കുട്ടികൾ സാധാരണ കപ്പയൊന്നും കഴിക്കില്ല. അവർക്ക് സ്കൂൾ തൊട്ട് വന്നു കഴിഞ്ഞാൽ സ്നാക്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. അതൊന്നുമല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് വിഭവമാണോ അത് കഴിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കണം. അപ്പം നമുക്ക് കപ്പയും കട്ടൻ ചായയും കഴിച്ചുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം. ഓക്കേ.